നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡി ആണെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം തൊട്ട് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സിസേറിയൻ ആണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് നല്ല ഹീലായിട്ടുണ്ടെങ്കിൽ, ചിലർക്ക് 20 ദിവസം എടുക്കും സ്റ്റിച്ച് ഹീലാവാൻ, 15 20 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് തുടങ്ങുന്നത് അവരുടെ പുക്കിൾക്കൊടി വീണതിന് ശേഷമാണ്. പുക്കിൾക്കൊടി വീണ് ഒരു ദിവസം കഴിഞ്ഞ് അത് കരിവാകുന്ന ദിവസം തൊട്ട് കുളിപ്പിക്കാൻ തുടങ്ങും. പിന്നെ അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ട് തന്നെയാണ്, ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട കാര്യമുണ്ട്. പുറം രാജ്യത്തൊന്നും കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഓയിൽ ബാത്ത് എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി അതിൻ്റെ നമ്മൾ ബാത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിനെ ക്ലീൻ ആക്കി വെച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു ഇൻഫെക്ഷൻസും വരാതെ, ഒരു സ്കിൻ ഇഷ്യൂസ് ഒന്നും കുഞ്ഞിനെ ബാധിക്കാതിരിക്കാൻ. പിന്നെ നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ടാണ് ആ കുഞ്ഞ് വരുന്നത്. ആക്ച്വലി ക്ലൈമറ്റും സൺ എക്സ്പോഷറും ഒക്കെ കുഞ്ഞ് ഒരു അഡാപ്റ്റ് ചെയ്യുന്ന ഒരു പീരീഡും കൂടെയാണ് ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ, അല്ലെങ്കിൽ പോസ്റ്റ് നാറ്റൽ പീരീഡ് എന്ന് പറയുന്ന കുഞ്ഞിനുള്ള സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് കുഞ്ഞിനെ നല്ലോണം ക്ലീൻ ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിനെ നല്ല എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഫ്രഷ്നെസ്സിനെ അല്ലെങ്കിൽ ഹൈജീൻ ആക്കി വെച്ചിരിക്കുന്നത് ഇൻഫെക്ഷൻസ് ഇല്ലാതെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻഫെക്ഷൻസ് പോലും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഇല്ലാതെ, ഒരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ ഒന്നും ഇല്ലാതെ നമ്മുടെ ലോകവുമായിട്ട് അവരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു പുതിയൊരു ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഒരു നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ട് എന്നുള്ളത് അവർക്ക് ടച്ച് വഴി അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ചുള്ള കുളി എന്ന് പറയുന്നത്.